Hi students, welcome to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture of Investment Management for BBA S5 students. Today, we are discussing the topics investment, speculation, gambling, investment versus speculation. Investment, speculation, gambling, investment versus speculation. Let us start with investment. Investment is an economic activity which involves creation of assets or exchange of assets with profit motive. It is the employment of funds with the purpose of earning additional income or growth in value. It is the process of sacrificing something now for the prospect of gaining something later. It involves commitment of current funds for securing a flow of income in future and capital appreciation. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടത്തുന്ന ഒരു കരുതിവെപ്പിനെ അല്ലെങ്കിൽ ഒരു മാറ്റിവെക്കലിനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് മേ മീൻ മെനി തിങ്സ് ടു മെനി പേഴ്സൺസ്. If one person has advanced some money to another, he may consider his loan as an investment. He expects to get back the money along with the interest at a future date. Another person may have purchased 1 kilogram of gold for the purpose of price appreciation and may consider it as an investment. And another person may purchase an insurance plan for the various benefits it promises in future. That's also an investment. അപ്പോൾ പല ആൾക്കാര് പല രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. മിസ് ഇപ്പൊ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, പല രീതിയിൽ നടത്തുന്നു എന്ന് മാത്രം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് made in the expectation of some positive rate of return. ഇതിനകത്ത് ഒരു റിട്ടേൺ, പോസിറ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ എക്സാമ്പിൾസിൽ എല്ലാവരും തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. That is, expectation of return is an essential element of investment. Then another factor is there, that is risk. പോസിറ്റീവ് റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവായിരിക്കാം. ദാറ്റ് ഈസ് ദി റിസ്ക് എലമെന്റ്. ഇൻ നട്ട്ഷെൽ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് മെയ്ഡ് ഇൻ ദി എക്സ്പെക്ടേഷൻ ഓഫ് സം പോസിറ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ. Next topic is speculation. Speculation is a baseless guess and may result in a very high profit or high loss. If a person expects fast return on his assets and disposes of the assets in the short time, then it is called speculation. It is based on inside information and hearsay. Buying securities when they are available at low prices and selling them at high prices and thereby making a large capital gain is associated with speculation. Investment and speculation are the two terms which are closely related. Both involves purchase of assets like shares and securities. Speculation ഉം ഇൻവെസ്റ്റ്മെന്റും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുൻപ് നമ്മൾ ഒരു ക്രൈറ്റീരിയ, കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്താറുള്ളൂ. ഇതൊന്നും കൂടാതെ ഒരു ബേസ്ലെസ് ഗസ്സിന്റെ ഒരു അടിസ്ഥാനത്തിൽ
നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ട് വില കുറഞ്ഞിരിക്കുമ്പോൾ സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ട് വില കൂടുന്ന സമയത്ത് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം എയിം ചെയ്യുന്നതാണ് സ്പെക്കുലേഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻസൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഹിയർസേ. ഇൻസൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഹിയർസേ. ദെൻ ഒരു സ്പെക്കുലേറ്റർക്ക് ഈ സ്പെക്കുലേഷൻ നടത്തുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റർ. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വ്യക്തിയെ പറയുന്നത് ഇൻവെസ്റ്റർ എന്നും സ്പെക്കുലേഷൻ നടത്തുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റർ എന്നും. ഈ സ്പെക്കുലേറ്റർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ കാണുള്ളൂ, ഷോർട്ട് ടൈമില് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഷോർട്ട് ടൈമില് ലാർജ് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്പെക്കുലേറ്റർ സ്പെക്കുലേഷൻ നടത്താറുള്ളത്. ദെൻ ഇതിനകത്തുള്ള ഒരു ഹൈലി റിസ്ക് എലമെന്റ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും ഉള്ളതാണ് സ്പെക്കുലേഷൻ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനും ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. The speculator's motive is to achieve profit through price changes. That is, he is interested in capital gains rather than the income from the investment. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ കണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് സോ മെനി ക്രൈറ്റീരിയാസ്, സോ മെനി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിലോട്ട് പോവുകയുള്ളൂ. നമ്മൾ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. പക്ഷെ സ്പെക്കുലേറ്ററുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രൈസ് ചേഞ്ചസ് വഴിയായിട്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം കാലയളവിലേക്കുള്ളതാണെങ്കിൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേമിൽ റിസ്ക് എലമെന്റ് കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്പെക്കുലേഷന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് റിസ്ക് എലമെന്റ് ഉണ്ട്, രണ്ട് ക്യാപിറ്റൽ ഗെയിൻ പ്രതീക്ഷിച്ചാണ് സ്പെക്കുലേഷൻ നടത്തുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി, ദാറ്റ് ഈസ് ടൈം പീരീഡ്. ലോങ്ങർ ടൈമിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ ഷോർട്ടർ ടൈമിലാണ് സ്പെക്കുലേഷൻ നടത്തി അതിൽ നിന്ന് ഗെയിൻ നേടിയെടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് gambling. Gambling refers to taking risk without demanding compensation in the form of increased expected return. The outcome is largely a matter of luck. No rational economic reason can be given for it. It consists of uncertainty and high stakes for thrills and excitement. നമുക്കറിയാം ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്. The typical examples of gambling are horse races, card games, lotteries, etc. It consists in taking high risk not only for high returns but also for thrill and excitement. എന്താകും ഫ്യൂച്ചറിൽ എന്താകും, ഞാനൊരു ലോട്ടറി എടുത്താൽ അത്രയും പൈസ കൊടുത്ത് അല്ലെങ്കിൽ ആ ക്യാഷ് മുടക്കുന്നതിന് എനിക്ക് ആ റിസ്ക് ഒന്നും ഞാൻ നോക്കാറില്ല, റിട്ടേൺ, ഒരു ത്രില്ല്, ഒരു എക്സൈറ്റ്മെന്റ്. നമ്മൾ കാർഡ് ഗെയിംസ്, ഹോഴ്സ് റേസസ് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും സ്പെക്കുലേഷനും പോലെ അല്ല. നമുക്ക് ആ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. When it is unplanned and non-scientific without knowledge of the nature of the risk involved. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടോ സയന്റിഫിക് ആയിട്ടോ നടത്തുന്ന ഒരു പ്രോസസ് അല്ല ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ചെയ്തോ ഫണ്ട്സ് എങ്ങനെയാണ് ഇടേണ്ടെന്നോ അങ്ങനെയൊന്ന് നോക്കിയിട്ട് ഒരു സയന്റിഫിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു പ്രോസസ് അല്ല ഗാംബ്ലിംഗ്. എന്താകും, ഹോഴ്സ് റേസ് നടത്തിയാൽ വലിയൊരു എമൗണ്ടിന് നമ്മൾ ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് കിട്ടുമോ ഇല്ലയോ എന്ന ആ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല നമ്മളിവിടെ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുന്നില്ല ഇതിനകത്തൊന്നും. പക്ഷെ ഇതിനകത്ത് നടക്കുന്നത് ഒരു ഹൈ റിസ്ക് എലമെന്റ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റിനെയും സ്പെക്കുലേഷനെയും അപേക്ഷിച്ച് ഉള്ള ഒരു പ്രോസസ്സാണ് gambling. Then investment is an attempt to carefully plan, evaluate and allocate funds to various investment outlets which offer safety of principal and moderate and continuous return over a long period of time. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ കണ്ടത് നമ്മൾ ഇടുന്ന പ്രിൻസിപ്പൽ, ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. അതേസമയം ഗാംബ്ലിംഗിൽ അങ്ങനെയല്ല. നമ്മൾ
മുതൽ കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഗാംബ്ലിംഗിൽ ഉണ്ടാകാം. ആ പ്രോസസ്സ് അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ത്രില്ല്, അങ്ങനെ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഗാംബ്ലിംഗിൽ കൊടുക്കുക. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ദി ഔട്ട്കം ഈസ് ലാർജ്ലി എ മാറ്റർ ഓഫ് ലക്ക്. നോ റാഷണൽ എക്കണോമിക് റീസൺ ക്യാൻ ബി ഗിവൻ ഫോർ ഇറ്റ്. It consists of uncertainty and high stakes for thrill and excitement rather than return. Then, in gambling, artificial and unnecessary risks are created for increasing returns and is surrounded by uncertainty and is based on tips and rumors. നമ്മൾ കണ്ടു കഴിഞ്ഞു, gambling is unplanned and non-scientific. That is without knowledge of the nature of risk involved. നമ്മൾ അതിൻ്റെ റിസ്ക് എലമെന്റ് എത്രത്തോളം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടോ സയന്റിഫിക് നോളജ്, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസിനെ കുറിച്ച് സയന്റിഫിക് നോളജോട് കൂടി ഒന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റിനെ പോലെ അല്ല ഗാംബ്ലിംഗ് നടത്താറുള്ളത്. And it is surrounded by fully uncertain. നമുക്ക് കിട്ടുന്ന എലമെന്റ് നമുക്ക് ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടുമോ? ഹൈ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി ഹൈ റിസ്കിലാണ് നമ്മൾ ഗാംബ്ലിംഗ് പ്രോസസ്സിലോട്ട് ചെന്ന് കയറുക. Then it is fully based on tips and rumors. Then it is based on an element of thrill and excitement. Basic examples are horse races, card games, lotteries, etc. Next topic is investment versus speculation. Which are the differences between investment and speculation? So many bases of differences are there. Important among them are: first one, basis of acquisition; second one, marketable asset; third one, quantity of risk; fourth one, insider trading analysis; next is stability of income; next is for sources of income; then lastly, length of commitment. First one, basis of acquisition. The investment is usually by outright purchase. Speculation is often on margin. നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റ്മെന്റിൽ സെക്യൂരിറ്റീസ് അക്വയർ ചെയ്യുക എന്നതാണ് ബേസിസ് ഓഫ് അക്വിസിഷനിൽ പറയുന്നത്. സെക്കൻഡ് വൺ, മാർക്കറ്റബിൾ അസറ്റ്സ്. ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റബിൾ അസറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സ്പെക്കുലേഷനിൽ ദാറ്റ് ഈസ് നെസസറി. തേർഡ് വൺ, ക്വാണ്ടിറ്റി ഓഫ് റിസ്ക്. The risk element is small in investment. On the other hand, it is large in speculation. Fourth basis of difference is insider trading analysis. The insider trading analysis is not possible in investment. Then speculation is fully based on insider trading. Then stability of income is very stable in investment. And on the other hand, speculation, that is uncertain and erratic. Then source of income, earning of enterprises under the head investment. Then source of income is change in the market price under speculation. Then is last one is length of commitment. Investment is long run, that is long term. Then on the other hand, in speculation, it is for a short span of time. That is the നമ്മളിപ്പോൾ കണ്ടത് ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് സ്പെക്കുലേഷൻ. ഇൻവെസ്റ്റ്മെന്റും സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കുക. ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് സ്പെക്കുലേഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്, സ്പെക്കുലേഷൻ, ഗാംബ്ലിംഗ് എന്താണെന്ന് നമ്മൾ ഈ ലെക്ചർ സീരീസിൽ നല്ലതുപോലെ കണ്ടു. അസൈൻമെന്റ് ആയിട്ട് എഴുതേണ്ടത്, which are the differences between investment and speculation. Second one, investment versus gambling. Thank you.